ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വേണ്ട രീതിയിൽ ഞാൻ എല്ലാം ശരിയാക്കണുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞും അറിയരുത്, നമ്മുടെ ഈ നീക്ക് പോക്ക് ഒരു കുഞ്ഞും അറിയരുത്, എല്ലാം രഹസ്യമായിട്ടായിരിക്കണം. അല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, നമ്മളെ അണികൾ ഒരു കുഞ്ഞും അറിയണ്ട. അല്ല ഇന്ന് രാത്രി കൊണ്ട് അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തോളാം. നാളെ നേരം വെളുക്കുമ്പോൾ സംഗതി ഓക്കെ. അപ്പോൾ സമരം വിജയിപ്പിക്കണമല്ലോ, അതുകൊണ്ടല്ലേ പ്രസിഡന്റ് ഞാൻ ഈ പറയണേ. ആ ഇല്ലില്ല, നമ്മൾ കല്ലും മറ്റു സാധനങ്ങളും ഒക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവിടെ നമ്മുടെ വേണ്ടപ്പെട്ടൊരു കടയുണ്ട്, അവിടെ എത്തിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എറിഞ്ഞാൽ മതിയല്ലോ. അത് നമ്മളെ അണികളിൽ പറയണ്ട, അവരങ്ങ് എറിഞ്ഞോളും. ആയിക്കോട്ടെ, ശരി ഞാൻ രാത്രി വിളിക്കാം. ശരി പ്രസിഡന്റ്. ആയിക്കോട്ടെ. പ്രസിഡന്റാ രാത്രി എന്തിനാ പ്രസിഡന്റിനെ വിളിക്കാൻ? എന്താ രാത്രി പ്രസിഡന്റിനെ വിളിച്ചൂടെ? നിങ്ങൾ ഈ മറയത്ത് വന്നിരുന്ന് ഫോൺ ചെയ്യണേ എന്തിനാ? എപ്പോൾ പ്രസിഡന്റ് വിളിച്ചാലും ഓടി മുറ്റത്തോട്ട് ഇറങ്ങി ഏതെങ്കിലും പൊത്തിപ്പോയിരുന്ന് വർത്താനം പറഞ്ഞാണല്ലോ, എന്താ കാര്യം? എടി പ്രസിഡന്റുമായിട്ട് എന്തെങ്കിലും ആധികാരികമായി സംസാരിക്കുമ്പോൾ ഇച്ചിരി പ്രൈവസി വേണം. പ്രൈവസിക്ക് പ്രസിഡന്റ് പെണ്ണൊന്നും അല്ലല്ലോ. തുടങ്ങി കഴുത അവിടെ തക്കിളി ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിരുന്നു ഫോൺ ചെയ്താൽ അവളുടെ ശ്രദ്ധ മുഴുവൻ ഇതിലാവും. അവളാണെങ്കിൽ വലിയ ആൾക്കാർ എന്തെങ്കിലും പറയണമെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുക. അത് വേണ്ടാന്ന് വെച്ചാൽ ഇങ്ങോട്ട് മാറിയിരുന്നു. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്ത എന്തോ കാര്യമാണ് പറയണത് അല്ലേ? അതെ, അടുക്കളയിൽ ഞാൻ മാടിനെ പോലെ നിന്ന് പണിയെടുക്കണ്ടല്ലോ, എന്റെ അടുത്ത് വന്ന് നിന്നാലെന്താ നിങ്ങൾക്ക് കുഴപ്പം? അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കും എന്റെ മുഖം കാണുമ്പോ, അതല്ലേ? ആ കാര്യം നിനക്ക് തിരിച്ചറിവുണ്ടായില്ല, അത് എന്നെ വലിയ സന്തോഷം. സത്യം നീ പറഞ്ഞത് മാത്രമല്ല, ഞാൻ അവിടെ നിന്ന് പ്രസിഡന്റായിട്ട് സംസാരിക്കുമ്പോൾ നിന്റെ ഈ വളവളാനുള്ള വർത്തമാനം അയാൾ കേട്ടാ എന്റെ വിലയും നിലയും പോകില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് മാറി ഇരുന്ന് വിളിക്കണേ. അതല്ലെങ്കിൽ ശരിയാ, ഭാര്യമാരെല്ലാം വളവള വർത്താനം പറയണോ. കർത്താവേ തുടങ്ങി. എന്തിനു നിന്നെ പറയണത്? കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കുഴപ്പമായത്. ആണുങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറി ഒന്ന് ഫോൺ ചെയ്താൽ സംശയം, ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ സംശയം, ഒന്ന് തുപ്പിയാൽ സംശയം. ഓ ഇങ്ങനെ ആയിരുന്നു കല്യാണം കഴിക്കണ്ടായിരുന്നു. അയ്യോ, കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടായി? എന്തുണ്ടായില്ലടി, എന്തുണ്ടായില്ല. കല്യാണം കഴിച്ച് അടുത്ത ദിവസം തുടങ്ങും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തേരി കയറി കഴിഞ്ഞാൽ തേരി കയറിയോ, പിന്നെ റോഡിലോട്ട് ഇറങ്ങിയാൽ റോഡിലായോ, പിന്നെ അവിടെ വണ്ടി കിട്ടിയോ, പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടിയായിരുന്നോ, പിന്നെ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇരുന്നായിരുന്നോ, എവിടെ ഇരിക്കണത്, പിന്നെ ഡ്രൈവർ ഗിയർ മാറിയായിരുന്നോ, പിന്നെ കണ്ടക്ടർ ബെല്ല് കൊടുത്തായിരുന്നോ. ഹോ ഒരു സ്വസ്ഥതയില്ലാത്തൊരു ഇടപാട് തന്നെ ഈ കല്യാണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു പോക്കല്ലല്ലോ പോണത്, തിരിച്ച് വീട്ടിൽ വരുമെന്ന് ഇവളുമാർക്ക് അറിഞ്ഞൂടെ? ഈ എൻ്റെ കർത്താവെ ഇങ്ങനെയൊക്കെ ഗതികേടാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂലായിരുന്നു. അതെ, ഇന്ന് മുതൽ ഞാൻ വിളിക്കാതിരിക്കട്ടെ. കൊതിപ്പിക്കല്ലേ എടി, മിനിഞ്ഞാന്ന് ഞാൻ നിങ്ങൾ ഉച്ച വരെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചോദിച്ചല്ലോ, ഞാൻ ചത്തോ ജീവിച്ചോന്ന് നീ അന്വേഷിച്ചോടിന്ന്. അപ്പൊ അതിന് കാര്യമുണ്ട്. ഞാൻ ഉച്ചക്ക് ചോറായോ കറിയായോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഇത് വീണെടുത്ത് കിടന്ന് ഉരുളണത് കേട്ടാ. എന്തിന്? ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരും അതെ, പെണ്ണുങ്ങൾ വിളിക്കാൻ പാടില്ല. അയ്യോ എടാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ പ്രശ്നം, ഇങ്ങോട്ട് ഇറങ്ങിയ പ്രശ്നം, അവള് വിളിയാണ്, മറ്റതാണ് മറിച്ചതാണ്. വിളിച്ചില്ലെങ്കിലോ അവൾ എന്തായിരിക്കും വിളിക്കാത്തത്? എന്നെ മറന്നുപോയോ? എന്തായിരിക്കും എന്നെ വിളിക്കാത്തത്? എന്തെടുക്കോ അപ്പൊ ചോദിക്കും എന്താ വിളിക്കാത്തത്? അപ്പൊ പെണ്ണുങ്ങൾ വിളിക്കാതിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിലപ്പുറം പ്രശ്നം ഞങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെയൊക്കെ കയ്യിലിതാ വലിയ ഫോണൊക്കെ എടുത്തുകൊണ്ട് നടപ്പുണ്ടല്ലോ, ഞങ്ങൾക്ക് മേടിച്ചൊരു നോക്കിയയുടെ ഇത്തിരി ഇല്ലാത്ത പൂച്ചക്കാട്ടം പോലത്തെ ഫോണ്. പെണ്ണുങ്ങൾക്ക് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? അയ്യാടാ, എന്നിട്ട് ഞങ്ങള് സ്വാതന്ത്ര്യം തന്നില്ലാന്ന്. വീട്ടിൽ വന്നിരുന്ന് ഇച്ചിരി നേരം ഒന്നും സംസാരിക്കൂലല്ലോ ഞങ്ങളോട്. അപ്പൊ ഒന്ന് ഉറങ്ങാൻ ഒന്ന് കിടക്കുമ്പോഴത്തേനും മുഖത്തോട്ടൊന്നും നോക്കൂലല്ലോ, ഇങ്ങനെ തിരിഞ്ഞു കിടക്കും. സംസാരിക്കാൻ പറ്റിയ മുതലുകൾ എന്താ കുഴപ്പം? മറ്റേ കസ്റ്റമർ കെയറിലെ പെൺപിള്ളേരാണെങ്കിൽ ആ മോളെ അയ്യോ താല്പര്യമില്ല കേട്ടോ, ഇപ്പൊ എടുക്കുന്നില്ല, എടുക്കുമ്പോ ചേട്ടൻ അങ്ങോട്ട് വിളിക്കാൻ കേട്ടോ. ആ വിളിക്കണേനൊക്കെ ഉണ്ടല്ലോ എന്തൊരു സംസ്കാരം, എന്തൊരു മര്യാദ, എന്തൊരു അച്ചടക്കം. ആ വിളിക്കണേനിടയിൽ എത്ര സാറ് വിളിക്കും അറിയാമോ? നിങ്ങളെ ഞാൻ ഇനി മുതൽ സാറേന്ന് വിളിക്കാം. അയ്യോ നീ എന്നെ മര്യാദക്ക് നീ ഒന്നും വിളിച്ചില്ലെന്ന് ബഹുമാനിച്ചാ മതി. ഓ ചാറ് വിളിക്കാൻ കുറ്റം പറയാൻ പറ്റും. ഞങ്ങളെ വിളിക്കണത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടാ. ഭയങ്കര സ്നേഹം തന്നെ. ഇത് സ്നേഹം നല്ലടി പറഞ്ഞത്, ഇതിനെ ഉപദ്രവം എന്നാണ് പറയണത്. മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്തിയിട്ടുള്ള ഒരു ഉപദ്രവം, സ്വസ്ഥതയില്ലാത്ത ഉപദ്രവത്തിൽ പെടാൻ പോണ്ട്. കല്യാണത്തിന് പോണ്ടേ? ആരാ കല്യാണം? നിങ്ങളുടെ വർഗീസ് കൊച്ചപ്പഞ്ചന്റെ ആരാണ്ടിനെ കല്യാണം പറഞ്ഞില്ലേ? അയ്യോ കൊച്ചപ്പച്ചൻ പണ്ടൊരിക്കൽ കുഴി വീണതാ. ഇതിപ്പോ അയാളുടെ മോ ആന്റണിയുടെ കല്യാണം. ആന്റണിയുടെ കല്യാണത്തിന് പോണെങ്കിൽ ഇവിടെ ഇരുന്നാ പറ്റില്ല, അകത്തോട്ട്. നാളെ ആ ചെക്കൻ ബലിയാടാവും. എന്ത് ചെയ്യൂന്ന് പറയണേ കർത്താവേ. ഈ ഭൂമിയിൽ ഇത്രയൊക്കെ ദുരന്തങ്ങൾ കണ്ടിട്ടും വീണ്ടും ഓർത്തമാർ എന്തിനാണോ കല്യാണം എന്ന് പറഞ്ഞ് എടുത്തങ്ങോട്ട് ചാടണത്? ഓട്ടന്മാര്. അമ്മേ, ഈ മറ്റേ ടിനി ടോമും റിമി ടോമും ബ്രദേഴ്സ് ആണോ അമ്മേ? അതാ പുസ്തകത്തിലുള്ളത്? അല്ല, എന്റെ ക്ലാസ്സിൽ ആരും പറഞ്ഞു അവര് ബ്രദേഴ്സ് ആണെന്ന്. ശരിയാണോ അമ്മ? പുസ്തകത്തിലുള്ളത് പഠിക്കണി. പഠിക്കാനിരുത്തിയവർക്ക് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയണം. ഞാൻ പഠിച്ചിരുന്നു. അല്ല അമ്മ, എന്നാ കല്യാണത്തിനുണ്ടാവോ? ഏത് കല്യാണത്തിന്? ഇവിടെ വെച്ച് അമ്മ പറഞ്ഞില്ലേ ഡാഡി അടുത്ത് നാളെ ഒരു കല്യാണത്തിന് ഉണ്ടോ?
അപ്പൊ ചെവി അവിടെ ഇട്ടോണ്ടിരിക്കായിരുന്നല്ലേ നീ? അല്ല എന്നെ കൊന്നുപോകും. അപ്പൊ പിന്നെ സ്കൂളിൽ ഞാൻ പോയാ മതിയോ? അത് ഒരു ദിവസം സ്കൂളിൽ പോയാലും ഒരു കുഴപ്പമില്ല. ആണോ? എന്റെ മോള് പോരണ്ട കേട്ടോ. അമ്മ പ്ലീസ് മോളെ എന്നെ വേറെ എങ്ങും കൊണ്ടുപോയില്ല. ഒരു കല്യാണത്തിനല്ലേ, വലിയ ചെലവൊന്നും ഇല്ലല്ലോ. എന്ന് വെച്ചിട്ട് ഡാഡി അമ്മയും പോണ സ്ഥലത്തൊക്കെ നിനക്ക് പോണോ? പ്ലീസ് അമ്മ, മക്കളെ കൊണ്ട് ഒരു രക്ഷയില്ല. സ്കൂളിൽ പോയി മര്യാദ. അമ്മ പോണില്ല, എന്നെ എവിടെയും കൊണ്ടുപോകണം. പ്ലീസ് 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 അമ്മ പ്ലീസ്. എന്നതേ ഞാൻ പോണില്ല, ഞാൻ പോണില്ല. ഡാഡി പൊക്കോളും. ഉറപ്പ്? ആ ഉറപ്പ്. സീരിയസ് എടുത്ത് പഠിക്കടി. ഞാൻ പോയാലല്ലേ നിനക്ക് കുഴപ്പമുള്ളൂ. ദൈവമേ, ഇതൊക്കെ വലുതായി കഴിഞ്ഞ ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? വല്ലടത്ത് പൂട്ടിയിടേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. അമ്മ സക്കിളിമോൾ അവിടെ പോയിരുന്ന് പഠിക്കടി നീ. ഒരു കാര്യം ചോദിച്ചോട്ട്. Alien versus Alien.